വെൽക്കം ബാക്ക് ടു ഹോം മെയ്ഡ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും പിടിയും കോഴിയും. അപ്പോൾ ഇത് നമ്മുടെ നാടൻ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു ഡിഷാണത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാലും പക്ഷേ ഉണ്ടാക്കി വരുമ്പോൾ അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഉണ്ടാക്കിയ പിടിയും കോഴിയും തേങ്ങാപ്പാലില്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തേങ്ങാപ്പാലില്ലാതെ ഉണ്ടാക്കിയതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല, നല്ലപോലെ അടിപൊളി ടേസ്റ്റാണ്. So you guys can definitely give a try and you can let me know the feedback. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 3 വലിയ സൈസ് ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, തിൻലി സ്ലൈസ്ഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 8 ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളകും ഒരു 3 പച്ചമുളകും. പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ ഇന്ത്യൻ ഗാർലിക്കാണ് എടുത്തേക്കുന്നത്, അതായത് നാടൻ വെളുത്തുള്ളി. അതാകുമ്പോൾ ഞാനിപ്പോൾ അതിൽ ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്. ചൈനീസ് ആണെങ്കിൽ നിങ്ങൾക്കൊരു 5 എണ്ണം എടുത്താൽ മതി. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പിന്നെ അതില്ലാതെ ഇവിടെ 750 grams ഓഫ് ചിക്കനാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ യു ക്യാൻ കട്ട് ഇൻ ടു സ്മോൾ ടു മീഡിയം പീസസ്. പിന്നെ ഞാൻ ഈ പറയുന്ന മെഷർമെൻറ്റ്സ് എല്ലാം ഈ 750 ഗ്രാംസിൻ്റെ മെഷർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ മെഷറിംഗ് സ്പൂൺ, 1 ടേബിൾ സ്പൂണിൻ്റെ മെഷർമെൻറ്റാണ് ഇത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓഫ് കൊറിയാൻഡർ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓഫാണ്. സോ ജസ്റ്റ് ഞാൻ ആദ്യം പൗഡേഴ്സ് ഇട്ടിട്ട് പിന്നെ ഫ്രൈ ചെയ്യും. നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സോ ദിസ് യു ക്യാൻ ഈതർ യൂസ് നോർമൽ മുളക് പൊടി ഓൾസോ. അപ്പോൾ അതിൻ്റെ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഇട്ടാലും മതി. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. എനി ചിക്കൻ മസാല യു ക്യാൻ യൂസ്. ഞാനിപ്പോൾ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ഈ ചിക്കൻ കറിയുടെ ഇനിഷ്യൽ സ്റ്റേജ്. സോ ദിസ് സ്റ്റേജ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇതിൽ നമ്മുടെ മസാലാസ് എന്തെങ്കിലും കരിഞ്ഞു പോയാൽ പിന്നെ ഫുൾ ചിക്കൻ കറി വന്നിട്ട് വേസ്റ്റായി പോകും. അപ്പോൾ ഇത് നോക്കി ലോ ഫ്ലെയിമിൽ വേണം ഇട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. സോ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ടേക്ക് എക്സ്ട്രാ കെയർ നോട്ട് ടു ബേൺ ദ മസാലാസ്. അപ്പോൾ നൗ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡൺ. വീൽ റിമൂവ് ഇറ്റ് ആൻഡ് വീൽ കീപ്പ് ഇറ്റ് ഓൺ എ പ്ലേറ്റ്. ഇപ്പോൾ ചിക്കൻ കറിക്ക് അത്യാവശ്യം വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഇടാൻ പോകുന്ന ഐറ്റം വന്നിട്ട് ജിഞ്ചർ ഗാർലിക്. അത് വന്നിട്ട് നമുക്ക് ചതച്ച് വേണം ഇടാൻ. അപ്പോൾ ഇത് ഭയങ്കര ഫൈൻ പേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ക്രഷ് ചെയ്തിട്ട് ഇട്ടാൽ മതി. വൺസ് ദിസ് ഇസ് ക്രഷ് നമുക്ക് കുറച്ചും വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ വേപ്പില ഇട്ടിട്ടും കുറച്ചും കൂടി ക്രഷ് ചെയ്തിട്ട് ദെൻ വീൽ ആഡ് ഇറ്റ് ഓവർ ടു ദ കോക്കനട്ട് ഓയിൽ. പിന്നെ കുറേ വേപ്പില യൂസ് ചെയ്താൽ ദ ചിക്കൻ കറി ഇസ് എക്സ്ട്രോർഡിനറി ഇൻ ഇറ്റ്സ് ഫ്ലേവർ. സോ യൂസ് ക്വൈറ്റ് എ ഗുഡ് എമൗണ്ട് ഓഫ് ഫ്രഷ് കറി ലീവ്സ്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി വന്നിട്ട് ഇട്ടിട്ട് മിനിമം ഒരു 4 to 5 minutes ഓൺ മീഡിയം ഫ്ലെയിം ഇസ് വാട്ട് വിൽ കുക്ക്. അപ്പോൾ കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റായി ബ്രൗൺ ആയിട്ട് വരണം, അതാണ് ഉള്ളിയുടെ ടെക്സ്ചർ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ ഇങ്ങനെ എത്രയും ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉരുളിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ട് അത്യാവശ്യം ഇളക്കേണ്ട ആവശ്യമുണ്ട് ഇതിന്, അല്ലെങ്കിൽ അടി പിടിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട്. സോ വൺസ് ദിസ് ഇസ് ഡൺ, നമുക്ക് വന്നിട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന മസാല പൗഡേഴ്സ് അതിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ദിസ് സ്റ്റേജ് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റേജിലും ഇത് കരിയാതെ നമുക്ക് നോക്കണം. അപ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഓഫ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഈ കൂട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. സോ ദിസ് വിൽ അഗെയിൻ ടേക്ക് 3 to 4 minutes. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഈ എണ്ണ തെളിഞ്ഞ് വരുന്നവരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഉരുളി ആയതുകൊണ്ട് അടിപിടിക്കാൻ കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. സോ നൗ ഇറ്റ്സെൽഫ് യു ക്യാൻ സീ ഹൗ ഗുഡ് ദ കളർ ഇസ് ചേഞ്ച് ടു. നല്ല ഡാർക്ക് ബ്രൗൺ നമുക്ക് കിട്ടി. സോ ദിസ് ഈസ് വാട്ട് എക്സാക്ട്ലി ഇസ് റിക്വയർഡ് ഫോർ ദ ചിക്കൻ കറി. അപ്പോൾ ഇപ്പോൾ നോക്കിയാൽ ഈ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അറ്റ് ദ സ്റ്റേജ് ഇസ് വെയർ വിൽ ബി ആഡിങ് ആർ ചിക്കൻ ടു ഇറ്റ്. പിന്നെ ചിക്കൻ്റെ പീസസ് ഐ പ്രിഫർ ആഡിങ് സ്മോൾ ടു മീഡിയം പീസസ് ബിക്കോസ് ഇറ്റ് കുക്സ് ഫാസ്റ്റർ. അതില്ലാതെ ഈ
ചെറിയ പീസ് ചിക്കൻ ഇട്ടാൽ അതിൽ ഫ്ലേവേഴ്സ് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു സ്മോൾ പീസസ് ഇസ് വാട്ട് ഇസ് റിക്വയർഡ് ഫോർ ദിസ് ചിക്കൻ കറി. പിന്നെ ഇതുണ്ടാക്കി വരുമ്പോൾ ആരും പറയത്തില്ല ഇത് ചിക്കൻ കറിയാണെന്ന്. ശരിക്കും ബീഫിൻ്റെ ഒരു ടെക്സ്ചറും ഒരു കളറും അങ്ങനെയായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇത് ഇവിടെ ഈ സ്റ്റേജിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം ചിക്കൻ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ ഈ ചിക്കൻ കറി നമുക്ക് തിക്ക് ഗ്രേവി ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. സോ കുറച്ച് തിൻ കൺസിസ്റ്റൻസി വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് വേണം ഈ ചിക്കൻ വേവിക്കാൻ. സോ പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം വേണം ഈ ചിക്കനിലോട്ട് ഒഴിക്കാൻ. ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെള്ളം ചിക്കനിലോട്ട് ഒഴിച്ചിട്ട് അത്യാവശ്യം ഒരു തിൻ ഗ്രേവി കൺസിസ്റ്റൻസി വേണം ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ. ദെൻ വെൻ ദിസ് ചിക്കൻ കറി ആക്ച്വലി സിറ്റ്സ് ഡൗൺ ദ ഗ്രേവി വിൽ ഗെറ്റ് തിക്കൻഡ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഒഴിച്ചിട്ട് വിൽ ജസ്റ്റ് ക്ലോസ് ദിസ് ആൻഡ് വിൽ കുക്ക് കംപ്ലീറ്റ്ലി അൺടിൽ ദ ചിക്കൻ ഇസ് വെൽ ഡൺ. ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പില ഇടാം. വേപ്പില എത്രയ്ക്ക് ഇടാൻ പറ്റുമോ അത്രയ്ക്ക് ഇട്ടാൽ നമ്മുടെ ചിക്കൻ കറിക്ക് അടിപൊളി ഫ്ലേവർ ഉണ്ടാവും. ഇപ്പോൾ വന്നിട്ട് നമ്മൾ കുറച്ച് പെപ്പർകോൺസും കുറച്ച് ഫെനൽ സീഡ്സും കൂടി നമ്മൾ ചതച്ചെടുക്കണം. ദാറ്റ് ഈസ് ഐ എം ടേക്കിൻ അറൗണ്ട് 1/2 ടീസ്പൂൺ ഓഫ് പെപ്പർകോൺസ്, ഹോൾ പെപ്പർ. പിന്നെ ഒരു 1/2 ടീസ്പൂണിൻ്റെ പെരിഞ്ജീരകം കൂടി ഇട്ടിട്ട് നമ്മളിത് കുറച്ച് ചതച്ചെടുക്കുക. സോ പെപ്പർകോൺസിൻ്റെ ക്വാണ്ടിറ്റി വന്നിട്ട് നിങ്ങൾ എരിവിനനുസരിച്ച് വേണം ഇടാൻ. അപ്പോൾ ഇപ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടി ഇട്ടതുകൊണ്ട് ഞാൻ 1/2 tablespoon of peppercorns ആണ് ഇട്ടേക്കുന്നത്. So we will just add that to the chicken curry. By adding these two also enhances the whole flavor of the chicken. So almost our chicken curry is done. So this is the consistency of the gravy. So ഈ ഗ്രേവി വന്നിട്ട് നമ്മൾ ഒരു 1 hour 2 hours കഴിഞ്ഞ് നോക്കുമ്പോൾ it will become thickened. അപ്പോൾ ഈ പെപ്പർകോൺസും ഫെനൽ സീഡ്സും കൂടി ഇട്ടിട്ട് യു ജസ്റ്റ് കുക്ക് ദ ചിക്കൻ ഫോർ another 2 to 3 minutes and we are towards the final stage of the curry. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാതെ തക്കാളിയൊന്നും ഇടാതെ നമ്മുടെ കറിക്ക് നല്ലപോലെ കൊഴുപ്പ് കിട്ടിയിട്ടുണ്ട്. സോ ഇപ്പം നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മളിതിൽ കാച്ചി ഒഴിക്കാൻ പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെച്ചിട്ട് അതിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. സോ ഇവിടെ ഐ ഹവ് ടേക്കൻ അറൗണ്ട് 1 tablespoon ഓഫ് കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഉണക്കമുളകും കൂടി ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് ബ്രൗൺ ആയി വരുന്നവരിക്കും നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് വിൽ ജസ്റ്റ് ആഡ് ഇറ്റ് ടു ദ ചിക്കൻ കറി. അപ്പോൾ ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഈ സ്റ്റേജ് ഓൾസോ ഗിവ്സ് എ ഗുഡ് ഫ്ലേവർ ടു ദ കറി. പിന്നെ ഇതിൻ്റെ കൂടെ ഡെഫിനറ്റ്ലി കുറച്ച് കറി ലീവ്സ് ഓൾസോ ഇട്ട് കൊടുക്കാം. സോ നൗ ദിസ് ഈസ് ഡൺ. അപ്പോൾ ഫൈനലായിട്ട് വിൽ ജസ്റ്റ് ആഡ് ദിസ് ഓൺ ടു ദ ചിക്കൻ കറി ആൻഡ് ആ ഡെലിഷ്യസ് ടേസ്റ്റി എന്തൊക്കെ പറയാമോ അതൊക്കെ ഉണ്ട് നമ്മുടെ ചിക്കൻ കറിയിൽ. ചിക്കൻ കറി മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. പിടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളത്തിലോട്ട് നമ്മൾ 1/2 ടീസ്പൂൺ ക്യുമിൻ സീഡ്സ്, ദാറ്റ് ഈസ് ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു 3 ചെറിയ ഉള്ളി ചതച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ തിളയ്ക്കണം. തിളച്ചിട്ട് ഇതിൽ തന്നെ നമ്മൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിടണം. മാവിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നൗ ടു ബൗൾ ഓർ ടു എ കടായി വിൽ ആഡ് ഇൻ ടു ദ റൈസ് ഫ്ലവർ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് നോർമൽ റൈസ് ഫ്ലവർ. സോ ഇത് യു ക്യാൻ യൂസ് പുട്ടുപൊടി ഓർ ഇടിയപ്പം പൊടി, ഇത് രണ്ടും കൂടി യു ക്യാൻ യൂസ്. പിന്നെ ഇത് ഓൾറെഡി ഇറ്റ് ഇസ് റോസ്റ്റഡ്, സോ ഇറ്റ് ഇസ് റോസ്റ്റഡ് റൈസ് ഫ്ലവർ ഇസ് വാട്ട് ഐ എം യൂസിങ്. പിന്നെ ഇതിൻ്റെ കൂടെ ഐ എം ആഡിങ് അറൗണ്ട് 3 tablespoons ഓഫ് സ്ക്രേപ്പ് കോക്കനട്ട്. പിന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
പിന്നെ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ I have taken around 2 cups of rice flour. So for rice flour of 2 cups, I have used around 1 cup of water because each rice flour has different kind of measurement with regards to water. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ആദ്യം തന്നെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് until you get a firm dough. ആദ്യം നമുക്ക് തവി വെച്ച് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ലേറ്റർ വൺസ് ദ വാട്ടർ ടെമ്പറേച്ചർ സബ്സിഡൈസ് കൈ വെച്ച് നല്ലപോലെ നമുക്ക് ഇളക്കി കുഴച്ചെടുക്കാം. നമുക്ക് ഇപ്പം നമ്മുടെ മാവ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് ഡൺ. ഇപ്പം ഞാൻ കൈ വെച്ച് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഡോ. പിന്നെ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് കുഴക്കേണ്ട ആവശ്യമില്ല. എ ഫേം ഡോ ഇസ് വാട്ട് ഈസ് റിക്വയർഡ് ഫോർ ദിസ്. So we will just roll this to small balls. Actually ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് because it cooks faster and even though നമുക്ക് കുറച്ച് സമയം കൂടുതലെടുക്കും but ചെറിയ balls are better. ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഉരുളകളും പിടിച്ചു കഴിഞ്ഞു. അവസാനം കുറച്ച് മാവ് നമുക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ പിടിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് നമ്മൾ മാറ്റി വെക്കും. അപ്പോൾ ഈ ഒരു ചെറിയ പോർഷനാണ് ഞാനിപ്പോൾ മാറ്റി വെക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ഗോട്ട് അറൗണ്ട് 40 balls. ഇപ്പോൾ നമ്മൾ വന്നിട്ട് വീണ്ടും ഒരു കടായി വെച്ചിട്ട് അതിൽ 1 tumbler of water is what I'm going to add. പിന്നെ അതിൻ്റെ കൂടെ ഒരു 1/4 teaspoon ഓഫ് ക്യുമിൻ സീഡ്സ് ദാറ്റ് ഈസ് ജീരകം. പിന്നെ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ അതിലോട്ട് ഇടാം. പിന്നെ ആദ്യം തന്നെ നമ്മൾ കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 1 tumbler ഓഫ് വാട്ടർ ഇസ് മോർ ദാൻ സഫിഷ്യൻറ്റ്. പിന്നെ ഇത് ഈ ഉരുളകൾ ഇട്ടിട്ട് ഉടനെ തന്നെ നമ്മൾ മിക്സ് ചെയ്താൽ എല്ലാം കുഴഞ്ഞു പോകും. അതുകൊണ്ട് വിത്ത് ദാറ്റ് വാട്ടർ ഇറ്റ് സെൽഫ് ഇസ് വാട്ട് ഇറ്റ് ഹാസ് ടു കുക്ക്. When you need not cover and cook, you can keep the flame on medium high and we'll cook this. So once the water level when it starts reducing is where you will have to add the rest of the water. So on the whole I've used around 2.5 tumblers of water. So if you see the bottom portion of the balls has been cooked, so I've added 1 more tumbler of water. ഇപ്പോൾ നമ്മൾ മാറ്റി വെച്ച മാവിലോട്ട് കുറച്ച് സ്ക്രേപ്പ് കോക്കനട്ട് ആഡ് ചെയ്ത് ദിസ് ഈസ് അറൗണ്ട് 1 tablespoon ഓഫ് സ്ക്രേപ്പ് കോക്കനട്ട് and to which I'm adding a 1/4 cup of water. So mix this up extremely well so that there are no lumps. So this acts as a thickening agent. Since we are not cooking it in coconut milk, നമ്മുടെ പിടിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. So this is done. ഇപ്പോൾ വൺസ് ഈ പിടി ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഗെറ്റിംഗ് സെറ്റ്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ആഫ്റ്റർ 5 to 6 minutes പിടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഫേം. സോ അറ്റ് ദിസ് സ്റ്റേജ് നമുക്കൊരു തവി വെച്ചിട്ട് വെരി ജെൻറ്റ്ലി യു നീഡ് ടു ജസ്റ്റ് ഫോൾഡ് ദ balls together so that it doesn't break. So now I am just adding the final glass of water. But നമ്മുടെ പിടി it is almost done. അപ്പോൾ നോക്കിയാൽ it is perfectly cooked and there is no breakage of any balls. So when you insert a knife or when you insert a toothpick, it has to come clean. So that is the consistency. So once that is done, I am just adding the thickening agent. അതായത് നമ്മളിപ്പോൾ കുഴച്ച് വെച്ച അരിപ്പൊടിയും തേങ്ങയും വെള്ളം കൂടി I have just added to it. So just cook this for roughly around 3 minutes. So you can see നമ്മുടെ പിടി getting thickened. പിന്നെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ബിക്കോസ് പിടി ഇനി ഇരിക്കുമ്പോൾ ഇറ്റ് വിൽ ഈവൻ മോർ ഗെറ്റ് തിക്കൻഡ്. അപ്പോൾ അതുകൊണ്ട് to get a semi-thin consistency, you need to off it by this stage. So finally I'm just adding some salt. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പിടിയും കോഴിയും റെഡിയായി. സോ വിത്തൗട്ട് തേങ്ങാപ്പാൽ
ഇപ്പോൾ ചിക്കൻ കറിയുടെ കൺസിസ്റ്റൻസി കാണുമ്പോൾ മനസ്സിലാവും ഹൗ തിക്ക് ഇറ്റ് ഹസ് ബിക്കം. അപ്പം നമ്മുടെ പിടി ഈസ് ഓൾസോ പെർഫെക്റ്റ്ലി ഡൺ. അപ്പോൾ ഇനി നമുക്ക് കഴിക്കേണ്ടേ നമുക്ക്. അപ്പോൾ ഒരു പിടി എടുക്കുക, ആ കോഴിക്കറിയിലൊന്ന് മിക്സ് ചെയ്യുക, അങ്ങനെ എടുത്ത് വായിലിടും. Delicious. Thank you for watching. So if you like the video, do like, comment and subscribe to my channel.